ആക്ച്വലി അവിടെ ആയിരുന്നു കേട്ടോ വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ വെക്കണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വിൻ്റർ ആയിരുന്നുകൊണ്ട് ഇപ്പോൾ കണ്ടില്ലേ, ഇന്നലെ മിഞ്ഞാന്ന് വരെ ഫുൾ സ്നോ ആയിരുന്നു ഇവിടെ. ഇപ്പോൾ ഫുൾ തിരിച്ച് ഡ്രൈ ആയി. ദാറ്റ്സ് ലൈഫ്. கேமரா என்ன பண்றீங்க? சும்மா வீடியோ பார்த்துட்டு. எதுக்கு? இல்ல யூடியூப்ல வர போகுது. கேவலமா இருக்கு. போலாமா? வாங்க போ. அப்புறம் இன்னைக்கு என்ன சமையல்? எல்லாம் முடிச்சிட்டேங்க போல. முடிச்சிட்டேன். இது என்ன கறி? இது சாம்பாரா? காரக்குழம்பா? இப்போ பார்த்தீங்களா ரூல் வந்திருக்கு, மாஸ்க் வந்து இந்த மாதிரி மாஸ்க் தான் போட முடியும், அந்த க்ளோத் மாஸ்க் எல்லாம் முடியாது சொல்லி. புரியல. இப்போ நீங்கள் கொடுத்தீங்களா அந்த மாஸ்க் போடலாங்க? இந்த மாஸ்க் போடலாம். ஓகே. மாற்ற முடியாது. அப்போ அதான் அந்த ப்ளூ கலர் அது போடலாம் நினைக்கிறேன். ஆமாம். நேற்று பாருங்க ஃபுல்லாக ஸ்னோவாக இருந்துச்சு, இன்னைக்கு ஒன்றுமே இல்லை, ஃபுல்லாக போயிடுச்சு. அவ்வளோதான், ஸ்னோ இன்னும் இல்லை. யூ ஆர் ஆன் நேஷனல் டெலிவிஷன், ஏதாவது சொல்லுங்க. நெவரா? பேக் எடுத்துக்கல? அதுதானே பேகு? இது எடுத்துக்கலையா? சரி. இல்லை எங்கே போகிறது? இப்போதான் அங்கே இல்லையே. யூடியூப் வீடியோஸ் பார்த்துருக்கீங்களா என்னோட ஏதாச்சும்? நான் இன்னைக்கு லிங்க் அனுப்புகிறேன் பாருங்கள். இந்த வீடியோவில் லிங்கே இதை எடிட் பண்ணதுக்கப்புறம் சான்ஸேலே போடுவேன். இருக்கு ஒர்க்கில் ஆகுது. ஜெர்மன் சீரீஸ் எல்லாம் பார்த்துட்டு இருக்கீங்க, வேற லெவலா? இன்னைக்கு தான் பார்க்க ஆரம்பிச்சேன். என்ன சீரீஸ் அது? என்ன சீரீஸ்னா படம். அது ஒரு படம். படமா? படமே பார்க்க தொடங்கிச்சு. ஒன்றும் புரியல. ஹவுஸ் மைஸ்டர் தானே? என்ன டெம்பரேச்சர்? கேரளாவா? இப்போ 9 இருக்கும் ப்ரோ. கேரளாவில் எங்கே 9ல? இருக்கும், ஹில் ஸ்டேஷன்லாம் போனால் இருக்கும். ஆமாம், இது ஓகே. நேற்று நைட்டு எனக்கு நல்ல சூடு ரூமில். நேற்று நைட்டு நான் ஹீட்டரை அப்படியே ஆஃப் பண்ணிட்டேன், லைக் 1ல் வச்சுட்டேன். நீங்கள் என்ன நினைக்கிறீங்க? எனக்கும் ஓகே தான். இப்போ நடந்தே போகிறோம். വ്ളോഗർனா அதான் நான் தான்டா இனிமேல். அப்படியே கேமரா போட்டு നമ്മുടെ ആൾക്കാരാണ്. അല്ല, പോലാമാ? അല്ല, വായ്പില്ല. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. പരിചയപ്പെട്ടിക്കഴിഞ്ഞു. ദിസ് ഇസ് ശിവശക്തി, എൻ്റെ അതே பிரான்ச்சாണ്. மலையாளம் பார்த்துங்க, புரியுமா உங்களுக்கு மலையாளம்? அப்போ எனக்கு ஓகே, என்ன வேணால் சொல்லலாம். ஸோ ഗൈസ്, കടലേ ഇന്നലെ വരെ ഇവിടെ ഫുൾ സ്നോ ആയിരുന്നു. ഇതൊന്നും കാണണ്ടായിരുന്നില്ല ഈ ഭാഗമൊക്കെ. ഇതാ
പക്ഷെ ഇന്ന് ഇപ്പം എவ்வளோ இருக்கும் ഒരു 9 இருக்குமா ഒരു 9 ഡിഗ്രി 10 ഡിഗ്രി ഒരു സ്നോവും ഇല്ല ഒന്നുമില്ല ആക്ച്വലി ഫുള്ളായി പോയി എന്നുള്ളതാണ്. എവിടെയും കാണാൻ പറ്റില്ല നിങ്ങൾക്ക് സ്നോ, വിശ്വസിക്കാനേ പറ്റില്ല. കാരണം ഇന്നലെ ഇവിടെ വരുമ്പോൾ ഫുൾ സ്നോ ആയിരുന്നു. ഇന്നലെ പറഞ്ഞാൽ ഒരു 2-3 ദിവസം മുമ്പ് വരെ ഫുൾ കട്ടിക്ക് സ്നോ ഉണ്ടായിരുന്നു. ലൈക്ക് ഇതൊന്നും കാണില്ല. എനിക്ക് തോന്നുന്നു ഇനി തൊട്ട് സ്നോ ഒന്നും ഇല്ല തോന്നുന്നു. സ്നോ എടുക്കാൻ പറ്റിയില്ല വ്ളോഗ് ശരിക്കും. കാരണം ഈ സ്നോ പെയ്യുമ്പോൾ തന്നെ ഭയങ്കര മടിയാവും, ഒന്നും ചെയ്യാൻ തോന്നില്ല. സോ ഇന്ന് നമ്മൾ മാർക്കറ്റ് പോവാണ്. നമ്മളവിടെയൊക്കെ ചന്ത என்ன சொல்லுவாங்க உங்கள் ஊர்ல சந்தை தானே சொல்லுவாங்க. ചന്തയ്ക്ക് പോകാം കേട്ടോ. ഇവിടെയും ചന്ത അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സൂപ്പർ മാർക്കറ്റും പോവാം. കണ്ടില്ലേ ഒരു മൂടിയ ക്ലൈമറ്റ്, സണ്ണും പുറത്ത് വന്നിട്ടില്ല. ഒന്ന് മാർക്കറ്റ് പോയിട്ട്, മാർക്കറ്റിൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എല്ലാം ചീപ്പായിട്ട് കിട്ടും. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒരുവിധം നല്ലൊരു പ്രൈസിന് കിട്ടും, ആപ്പിളും കാര്യങ്ങളൊക്കെ. അതാണ് ഇന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. എപ്പിടി ഇരിക്കും ജർമ്മനിയല്ല? நீங்கள் வந்து இப்போ 2 months ஆச்சா? 1.5 months ஆச்சா? November 17. நவம்பர் 17னா 2 months ஆச்சு. எப்படி இருக்கு? அப்படியே தான் இருக்கு. ஊரா ஜெர்மனியா ஏதா ஒன்று சொல்லுங்க. ഊര് തന്നെ. ആ ഗൈസ്, വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്കും എൻ്റെ സ്ഥലം തന്നെയാണ് നല്ലത്. ജർമ്മനിയൊക്കെ ഓക്കെ വന്ന് പഠിക്കുക എന്നല്ലാതെ ഇവിടെ എന്താ പറയുക, ഇവിടെ തന്നെ ഇരിക്കാൻ നമുക്ക് പറ്റില്ല. ഇവിടുന്ന് ട്രാം ഉണ്ട് കേട്ടോ, ട്രാമിൽ പോവാ, ബസ്സിൽ പോവാ. നമ്മൾ നോക്കാം ഇന്ന് ട്രാം എന്തെങ്കിലും ആ സമയത്ത് വരികയാണെന്ന് വെച്ചാൽ ട്രാമിൽ പോവാ, അല്ലെങ്കിൽ നടന്നേ പോവാ എന്നുള്ളൊരു പ്ലാനിലാണ്. ഞാൻ ഇതുവരെ നിങ്ങൾക്ക് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റും കാണിച്ചിട്ടില്ല. ഇന്ന് അതും കാണിക്കാം. സൂപ്പർ മാർക്കറ്റിൽ എന്തൊക്കെ ഉണ്ടാവും. ഒരുപാട് സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ എൻ്റെ ഹോസ്റ്റൽ അല്ലെങ്കിൽ എൻ്റെ പ്ലേസിൽ നിന്ന് ഇതെങ്ങനെ നടന്ന് വന്ന് ഒരു 5 minutes വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. കണ്ട, അവിടെയാണ് നമ്മൾ യൂഷ്വലായിട്ട് എല്ലാം വാങ്ങിക്കുക. പെനി എന്നാണ് പറയുക. ജർമ്മനിയിൽ പല സ്ഥലത്തും ഉണ്ടാവും പെനി എന്ന് പറഞ്ഞിട്ട്. അവിടെ കാണാൻ പറ്റും. അവിടെയാണ് കൂടുതലും വാങ്ങിക്കാറ്. ഞാൻ നിങ്ങൾക്ക് കണ്ടില്ലേ കുറച്ച് പോർഷൻ ഉണ്ട്. സ്നോ ആണിത്. കണ്ടില്ലേ ഗൈസ്, പെനി, ഇതാണ് ഞാൻ പറഞ്ഞ സൂപ്പർ മാർക്കറ്റ്. എല്ലാവരും കൂടുതലും നമ്മൾ ഇവിടെ തന്നെയാണ് പോവുക. എല്ലാ സാധനവും നല്ല ഇവിടെ കമ്പാരിറ്റീവ്ലി ചീപ്പായിട്ടുള്ള ഒരു ഗ്രോസറി സ്റ്റോർ പറഞ്ഞു കഴിഞ്ഞാൽ പെന്നിയാണ്. ഇവിടെ തന്നെ ഓപ്പോസിറ്റിൽ ഇടയൊക്കെ ഉണ്ട്. ഇടയ്ക്ക് നല്ല ക്വാളിറ്റി സാധനങ്ങൾ കിട്ടും, പക്ഷെ പ്രൈസ് ഇത്തിരി ജാസ്തിയാണ്. വെറൈറ്റി കുറച്ച് കൂടുതലാണ് ഇടയ്ക്കയിൽ. ബട്ട് ഇപ്പോൾ പുതിയ റൂൾ കൊണ്ടുവന്നു ജർമ്മനിയിൽ. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് മാസ്ക് വെക്കണം. നമ്മുടെ സാധാരണ തുണി, ക്ലോത്ത് മാസ്ക് അതൊന്നും പാടില്ല. സോ ഗൈസ് കാണില്ലേ 3 മിനിറ്റിൽ വരും ട്രാം. അപ്പോൾ പിന്നെ ട്രാമിൽ തന്നെ പോവാം. ട്രാമിൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റിലെത്തും. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇപ്പോൾ ജർമ്മനിയിൽ പുതിയ റൂൾ കൊണ്ടുവന്നു. അതായത് മാസ്ക് നമ്മൾ ഏതെങ്കിലും മാസ്ക് ഇട്ട് പോകാൻ പറ്റില്ല. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് മാസ്ക് അത് മാത്രമേ അലൗ ചെയ്യുള്ളൂ സൂപ്പർ മാർക്കറ്റിലോ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടിലോ പോകുമ്പോൾ. നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ കുഴപ്പമില്ല തോന്നുന്നു, ലോങ് ഡിസ്റ്റൻസ്. പക്ഷേ ഷോർട്ട് ഡിസ്റ്റൻസ് നമ്മൾ ട്രാമിൽ ബസ്സിലൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് മാസ്ക്, ക്ലോത്ത് മാസ്ക് പറ്റില്ല എന്നുള്ളതാണ് റൂള്. ഈ മാസ്ക് പറ്റും തോന്നുന്നു കേട്ടോ. ഇത് N95 അല്ലേ, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. സോ അറിയില്ല, നോക്കാം. സൂപ്പർ ട്രാം, இந்த ട്രാമിൽ കയറുന്നില്ലേ? സോ ട്രാം വന്നിരിക്കുകയാണ് ഫൈനലി. ഞാൻ ഈ ട്രാമിൽ ആദ്യമായിട്ടാണ് കയറുന്നത് കേട്ടോ. ലെറ്റ്സ് ഗോ. കയറുക. இந்த ട്രാമിൽ ഞാൻ മുതലേ കയറുന്നത്. സോ ഗൈസ്, ഇതിൽ ക്ലീനേ സ്റ്റോപ്സ് കാണിക്കും. കാണില്ലേ? Time for a love potion, a little sweet and spice. ഗൈസ്, ഫെബ്രുവരി 14th വരെ ലോക്ക്ഡൗൺ ആണ്. എസെൻഷ്യലായ കടകളൊന്നും തുറക്കില്ല. ഇങ്ങനെ ഡെക്കാത്തോണെല്ലാം ഓപ്പൺ ആയിരിക്കാം. നിങ്ങൾ തന്നെ சொன்னீங்க இல்லையே, ഒരു കട ഇവിടെ ഓപ്പൺ അല്ല. സോ നമ്മൾ ഫൈനലി സെൻട്രലിൽ എത്തിയിരിക്കണം കേട്ടോ. ഇതാണ് സെൻട്രൽ ഹാൾട്ട് സ്ഥലം.
ഓ എത്തിയിരിക്കുകയാണ് ഫൈനലി സെൻട്രൽ ഹാൾ സ്ഥലം. സോ முதல்ல மார்க்கெட் போகலாமா? இல்லை முதல்ல அல்டி போகலாம். முதல்ல ஆல்டியா? ஓ அங்கேயே மார்க்கெட் இருக்கு பாருங்க. ഓക്കെ മുതല ആൽഡിയാ. ഫസ്റ്റ് ആൽഡി എന്ന് പറഞ്ഞിട്ടൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഇവിടെ. സാധാരണ നമ്മൾ റവേ എന്ന് പറഞ്ഞിട്ടൊരു സൂപ്പർ മാർക്കറ്റിലാണ് പോവുക. കാരണം നല്ല ചീപ്പാണ് അവിടെ, നല്ല ഐറ്റംസും കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി പിടിക്കാൻ പറഞ്ഞിട്ട് ആൽഡി പോവാ വിചാരിച്ചു. ഓരോ പ്രാവശ്യം ഓരോ സൂപ്പർ മാർക്കറ്റ് പോകുന്നത് നല്ല രസമാണ്. സോ പ്രാവശ്യം ആൽഡി പോവാണ്. ഞാൻ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റുമോ അറിയില്ല. പറ്റും, നീറ്റായി എടുക്കാം. ഓക്കെ, റെഡ് ലൈറ്റ് പച്ചയായി, ഇനി നടക്കാം. இந்த கடையெல்லாம் புதுசு ப்ரோ, நான் பார்த்ததே இல்லை. நீங்க பார்த்துருக்கீங்களா? இப்போ ஓப்பன் பண்ணிட்டாங்கன்னு நினைக்கிறேன். പുതിയ കടയാണ് ഗൈസ് ഇത്. ഈ ഒരു ബേക്കറി പുതിയതാണോ അല്ല ഇപ്പോൾ ഓപ്പൺ ചെയ്താണോ അറിയില്ല. ഇത് പാരുങ്ക, புதிய பேக்கரி. இதெல்லாம் முன்னாடி இருந்துச்சு, ஆனால் ஓப்பனாக இருக்கலன்னு நினைக்கிறேன். கண்டில் கைஸ் ரெண்டு சைடும் ஃபுல் கடைகளாണ്. அப்போதேக்கர்னா என்ன தெரியுமா உங்களுக்கு? ഹോസ്പിറ്റലാ? യെസ് യെസ് യെസ്, മെഡിക്കൽ ഷോപ്പ്. അതാണ് ബേസിക് ജർമ്മൻ ഇവിടെ പഠിച്ചിട്ട് വരണമെന്ന് പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് A1 എന്നെ നിனைக்கிறீங்க A to B1 അത് പഠിച്ചിട്ട് വരണ വാങ്ങിയ. എന്നാൽ ആക്ച്വലി കുറേ കടകൾ തുറന്ന മാതിരി ഉണ്ട്. ഇത് ഓപ്പണാ இருக்கா ബ്രോ? இல்லையா? ലൈറ്റെല്ലാം പോട്ട് വെച്ചിരിക്കാങ്ക. ഇവിടെ നല്ല കൺഫ്യൂസിങ് ആണ്. കാരണം കടയുടെ ഉള്ളിൽ ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും ഓപ്പൺ അല്ല. ഇതൊക്കെ ഓരോ കോംപ്ലക്സ് മാതിരിയാണ്. റെനോ കണ്ടില്ലേ, ഷൂസൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഷൂസും കാര്യങ്ങളൊക്കെ നല്ല വിലയാണ്. ഓൾമോസ്റ്റ് 40 ഇട്ടുണ്ട്. 40 യൂറോ ആണ്. 40 യൂറോ പറഞ്ഞു കഴിഞ്ഞാൽ 3600 റുപ്യായി. ഇവിടെ എല്ലാം യൂഷ്വലി നല്ല എക്സ്പെൻസീവ് ആണ്. നിങ്ങൾ என்ன நினைக்கிறீங்க? ഇന്ത്യ കമ്പയർ பண்ணும்போது എല്ലാമേ എക്സ്പെൻസീവ് തന്നെ. ഇവിടെ ഡ്രസ്സ് ആയിക്കോട്ടെ എല്ലാം ഇവിടെ എക്സ്പെൻസീവ് തന്നെയാണ്. ചിലപ്പോൾ ഓഫേഴ്സ് വരും, അപ്പോൾ കുഴപ്പമില്ല. അല്ലെങ്കിൽ എന്താ പറയുക, എക്സ്പെൻസീവ് തന്നെയാണ്. നമ്മുടെ മെയിൻ മാർക്കറ്റ് അവിടെയാണ്. അതിനെ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം. ക്രോസ് ചെയ്യുമ്പോഴൊക്കെ നോക്കിയിട്ടോ, ഇത് കൂടെ ട്രാം ഏത് സമയത്ത് വേണമെങ്കിലും പോവും. ഞാൻ ഒരു പ്രാവശ്യം ഇടിക്കാൻ പോയി, ശിവശക്തിയാണ് പിടിച്ച് മാറ്റിയത് തന്നെ. ஞாபகம் இருக்கா உங்களுக்கு? സോ പോലീസ് ജീപ്പ് എപ്പോഴും ഉണ്ടാവും അവിടെ. കാരണം ഇത് സെൻട്രൽ സ്റ്റേഷനാണ്, കുറേ ആൾക്കാർ വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് എപ്പോഴും ഒരു പോലീസ് ഇവിടെ ഉണ്ടാവും. അതല്ല, ഇത് തിയേറ്റർ ഉണ്ട് ഉള്ളിൽ. ഈ സിനി സ്റ്റാർ എന്ന് പറഞ്ഞ തിയേറ്ററാണ്. ഇപ്പോൾ ഓപ്പൺ അല്ല, ഇതൊരു മോളാണ്. ഈ സാറ്റേൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബേസിക്കലി നമുക്ക് ഇലക്ട്രോണിക്സും കാര്യങ്ങളൊക്കെ കിട്ടും. കണ്ടില്ലേ മാർക്കറ്റ്, ഇതാണ് മാർക്കറ്റ്. മുതൽ ആൾഡി പോയിട്ട് വരുമാ. സോ ഗൈസ്, നമ്മളിവിടെ തിരിച്ചു വരാം. ആദ്യം നമ്മൾ അങ്ങ് പോയിട്ട് വരത്തുക്കുള്ള ഇത് മുടിഞ്ഞിരുന്നാ മുടിയാതെ. ആ ഓക്കെ ഓക്കെ, ടൈം ആവല. ശരിയാണ്, ഒരു 4:30-5 മണി വരെയെങ്കിലും ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ആദ്യം സൂപ്പർ മാർക്കറ്റ് പോവാം, എന്നിട്ട് നമുക്ക് ഇവിടെ തിരിച്ചു വരാം. ഓക്കെ, എന്നെ കാസിൽ തരുമോ உங்களுக்கு? കണ്ടില്ലേ ഇവിടെ ടൈം ഇട്ടുണ്ട് 2:30. ഇതൊരു കാസിലാണ്. ഇതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. കടകൾ, ചുറ്റും കടകൾ. ആക്ച്വലി ഇപ്പോൾ തിരക്ക് നല്ല കമ്മിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ ഈ സ്ഥലം ഫില്ലപ്പായിട്ട് കണ്ടിട്ടില്ല. ക്രിസ്മസ് ആ സമയത്ത് കുറച്ച് ഫിൽഡപ്പ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ കൊറോണ ആയതുകൊണ്ടാണ് തോന്നുന്നു നിറയെ ആൾക്കാർ വരാത്തത്. മേ ബി ഈ സ്ഥലമൊക്കെ ഫുൾ തിരക്കായിരിക്കും. നമുക്ക് കാണാൻ പറ്റിയില്ല കൊറോണ ആയതുകൊണ്ട്. മേ ബി ഇനി 2-3 മാസത്തിൽ എന്തെങ്കിലുമൊക്കെ മാറുമോ അറിയില്ല, നോക്കാം. என்ன நினைக்கிறீங்க? கொரோனா எப்போ முடியும்னு நினைக்கிறீங்க? 3 மந்த்ஸில் முடியுமா கொரோனா? எப்படி முடியும் ப்ரோ? கேசஸ் கூடிட்டே இருக்கு. 3 മാസത്തിൽ പോകുമെന്നാണ് ശിവശക്തി പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല. എന്താണ് ഇങ്ങനെ നെഗറ്റീവ് ആണെന്ന് വിചാരിക്കരുത്. കാരണം നമ്മളിപ്പോൾ
വാക്സിനേഷനൊക്കെ വന്നു, പക്ഷെ അത് എല്ലാവർക്കും എത്തിച്ചേർന്ന് വരുമ്പോഴേക്കും കുറച്ച് ടൈമാവും. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു 7 months ആവുമെന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷെ നോക്കാം, കേസ് ഡൗൺ ആവണം. ആണല്ലേ, ഫുൾ കടകളാണ്, പക്ഷെ ഒന്നും തുറന്നിട്ടില്ല. നമ്മുടെ ജിമ്മാണിത്, ഫിറ്റ് വൺ. പക്ഷേ തുറന്നുണ്ടാവണം. ജിമ്മൊക്കെ ഇനി എപ്പോൾ തുറക്കുന്നതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല. ഏകദേശം 1 കൊല്ലമാവാറായി ജിമ്മിന് പോവാതിരുന്നിട്ട്. കണ്ടില്ലേ, ഫിറ്റ് വൺ എഴുതിയിരിക്കുന്നത് ജിമ്മാണത്. ഒരു രക്ഷയില്ല. ജിമ്മൊക്കെ ഒന്ന് വേഗം തുറക്കൂ പ്ലീസ്. ഇപ്പോൾ ആകെ തുറന്നിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബേക്കറീസ് തുറന്നുണ്ട്. കണ്ടില്ലേ, ബേക്കറി, ചെറിയ ചെറിയ കടകൾ തുറന്നുണ്ട്. പിന്നെ ഗ്രോസറി സ്റ്റോർസ്, ഇതൊക്കെയാണ് തുറന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞ സ്ഥിരമായിട്ട് വരുന്ന ഗ്രോസറി സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഈ റവേ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ജർമ്മനിയിലെ വൺ ഓഫ് ദ ചീപ്പസ്റ്റ് ഗ്രോസറി സ്റ്റോർസ്. നല്ല ഐറ്റംസ്, നല്ല ക്വാളിറ്റി ഉണ്ടാവും, റവേ. അപ്പോൾ എപ്പോഴും നമ്മൾ ഇവിടെയാണ് വരിക. ഇപ്രാവശ്യം ഒന്ന് മാറി പിടിച്ചിട്ട് നമ്മൾ ആൽഡി പോവാണ്. ഈ ആൽഡി എന്നൊക്കെ പറയുന്നത് യു കെയിലൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവിടെയും ഉണ്ട്, യൂറോപ്പിൽ. ജർമ്മനിയിൽ മാത്രമുള്ള സാധനമല്ല. US ഉണ്ടോ അറിയില്ല ആൽഡി, പക്ഷേ ഒരു എക്സ്പാൻഡഡ് വലിയൊരു ചെയിനാണ്. സോ ലെറ്റ്സ് ഗോ. ഇതേ എടുക്കലാമേ. സോ ആദ്യം നമ്മൾ ട്രോളി എടുക്കണം. കണ്ടില്ലേ ഗൈസ്, ഒരു മിനിറ്റ് മെല്ലെ പോടുங்க. ഇത് ഒരു കോയിൻ ഇട്ടാലേ ഇത് തുറക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഓരോ പ്രാവശ്യവും ഇത് എടുക്കണമെങ്കിൽ തുറക്കണം. പോതുമാ? ഷുവർ? ഇല്ല, എല്ലാവരും എടുക്കണം നിൽക്കണം. സോ ഗൈസ്, കൊറോണ ആയതുകൊണ്ട് എല്ലാവരും ഓരോന്നും എടുക്കണം എന്നുള്ളതാണ്. നമുക്ക് എടുക്കാം. ഓക്കെ, ഇല്ലേ, കോയിൻ ഇട്ടാലും തുറക്കില്ല. ല്ലേ ബ്രെഡ്, നമ്മൾ ആദ്യം കാണുന്ന ബ്രെഡാണ്. ഇവിടെ പല ടൈപ്പ് ഓഫ് ബ്രെഡ് ഉണ്ട്. ബ്രെഡ് ഞാൻ എടുക്കണില്ല, കാരണം ഓൾറെഡി ബ്രെഡ് ഉണ്ട് കയ്യിൽ. ഇവിടെ നമുക്ക് ഫ്രഷ് സ്നാക്സ് ഒക്കെ കിട്ടും, ബേക്ക്ഡ് സ്നാക്സ് ഒക്കെ കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും. നമ്മൾ ഈ ഗ്ലൗസ് വെച്ച് എടുത്തിട്ട് അവിടെ പോയി ബില്ലടിക്കുക എന്നുള്ളതാണ്. ബ്രെഡ് എൻ്റെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ വാങ്ങിക്കണില്ല. ഓക്കെ, വി ക്യാൻ ബൈ റാപ്സ്, ചപ്പാത്തിമാരി നമുക്ക് വാങ്ങിക്കാം. ഓക്കെ, സോ വൈസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി വീറ്റാണ്. ഓക്കെ ഗൈസ്, ചപ്പാത്തിമാരി കഴിക്കാൻ ചൂടാക്കിയിട്ട് ജസ്റ്റ് കഴിക്കാന്നുള്ളതാണ്. അതാണ് ഇവിടെ കണ്ടില്ലേ, ഫുൾ കേക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ചീറ്റ് മീൽസ്, നമുക്കിത് നോക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ഞാൻ കാണിച്ചു തരാം ജസ്റ്റ്. ഓക്കെ, ഇവിടെ കണ്ടില്ലേ ജാമും കാര്യങ്ങളും. നമ്മുടെ അവിടുത്തെ മാതിരിയല്ല കേട്ടോ. ഇവിടെ ജാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ആക്ച്വലി. ഫ്രൂട്ട് ജാമൊക്കെ കാര്യങ്ങളൊക്കെ അടിപൊളി ടേസ്റ്റാണ്. ന്യൂട്ടല്ല ഫുൾ. വന്നതും ഫുൾ ചോക്ലേറ്റ്സ് ആണല്ലോ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചോക്ലേറ്റ്സ് കാണാൻ പറ്റും. ഇവിടെ നമ്മുടെ ഫ്രഷ് വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ടുണ്ട്. മഷ്റൂംസ്, സ്പിനാച്ച്, ബ്ലൂബെറീസ്. കണ്ടില്ലേ, എന്താ അത്? കോഫിയാണ്, ക്യാപ്പച്ചീനോ. ഇത് ഗാർലിക് ബ്രെഡാണ് കേട്ടോ. ആക്ച്വലി ഗാർലിക് ബ്രെഡാണ്. ഞാൻ ഒരു പ്രാവശ്യം വാങ്ങിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. നമുക്ക് പനീർ ഉണ്ടോ നോക്കട്ടെ. പഴം എടുക്കണം ബ്രോ, പഴം കഴിഞ്ഞു. സോ ഗൈസ്, പഴം എടുക്കാം നമുക്ക്. ഇവിടെ ഫുൾ വെജിറ്റബിൾസ് കണ്ടില്ലേ, ഫ്രഷ്. തക്കാളിയുടെ ഒക്കെ സൈസ് നോക്കൂ, വേറെ ലെവലായിട്ടില്ലേ. പഴം എടുക്കാം, 1.09. പഴം എടുക്കാം നമുക്ക്. പഴം എപ്പോഴും വേണം. പഴമാ ആനാ ഇവ്വളോതാ മാർക്കറ്റിലെ റേറ്റ്.
ഗൈസ് മാർക്കറ്റിൽ ഇതേ റേറ്റ് തന്നെയാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് എടുക്കണം. മാർക്കറ്റിൽ ചീപ്പൊന്നുമല്ല. പൊട്ടറ്റോ എടുക്കണം, ബേബി പൊട്ടറ്റോ ആണ്. ക്യാപ്സിക്കം ഒക്കെ നോക്കൂ, വേറെ ലെവലായിട്ടില്ലേ. ഉള്ളി എടുക്കണം. സോ ഉള്ളി കഴിഞ്ഞിരിക്കണം, ഞാൻ ഉള്ളി എടുക്കണം. എவ்வளோ ഇത്? 2 kg ഗൈസ്, 2 കിലോ ഉള്ളി. ഉള്ളി എടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താണ് ഇവിടെ ഫുൾ ടോപ്പിങ്സ് ആണ് കേട്ടോ. ഓരോക്കാനോ നമ്മുടെ പിസ്സയിലൊക്കെ ഇടാം, അങ്ങനത്തെ ടൈപ്പ് ഓഫ് സാധനങ്ങളാണ് ഇവിടെ ഫുള്ള് അടുക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ കിവി വെച്ചിട്ടുണ്ട്. കിവി വേണമാ? ഒരു പീസിന് 0.33. കിവി നല്ല സാധനം. പക്ഷേ കിവിയൊക്കെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും കുറച്ച് ലാഭം. അതുകൊണ്ട് ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാം. ഈ ഗ്രൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ കിവിയാണ്. ഇത് നല്ല ടേസ്റ്റാണ്, നല്ല പ്രൈസാണ് ആക്ച്വലി. 1.89 1 കിലോന്. പക്ഷേ ആപ്പിളും കണ്ടില്ലേ, ആപ്പിളും നല്ല ഗ്രീൻ ആപ്പിള്, എല്ലാ ടൈപ്പ് ഓഫ് ആപ്പിളും ഉണ്ട്. ഗ്രീൻ ആപ്പിള്, ഈ ആപ്പിൾ, ഓരോ ടൈപ്പ് ഓരോ വിധമായിട്ടുള്ള ആപ്പിളുണ്ട്. ഇവിടെ നമുക്ക് ഇവിടെ എന്താണ് ഫിഷൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ ഫിഷാണ്, മീനാണ്. ഓ തീർന്നിട്ടാ എണ്ണ. ഇവിടെ ഷുഗറൊക്കെ ഉണ്ട് ബേസിക്കലി. സോൾട്ടാ നോക്കാം. ഇതാണല്ലേ, ഇതൊക്കെ ബ്രെഡ് ഉണ്ടാക്കാനുള്ള മാവാണ് ബേസിക്കലി. ഗോതമ്പ് മാവും ഉണ്ട് ഇവിടെ, നമുക്ക് ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കാം. ഇവിടെയൊക്കെ ഓരോരോ ഇതൊക്കെ എന്താണ് സൂപ്പ്, ഓരോരോ സൂപ്പ്, ക്യാൻഡ് സൂപ്പാണ്. ക്യാൻഡ് വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ അവർ പിക്കിൾ എന്നാണ് പറയുക. പിക്കിൾസ്, ഓരോ ടൈപ്പ് ഓഫ് പിക്കിൾസ്. അതെ, ക്യാരറ്റൊക്കെ വിനീഗറിൽ ഇട്ട് വെച്ചാണ് തോന്നുന്നത്. ബ്രോ നമ്മൾ അപ്പടി ഒരു റൗണ്ട് പോയിട്ട് വരണം. அப்படி கிடையாது, இல்லை நம்ம அப்படி போகலையே, லெஃப்ட் போகலையே. ഓക്കെ, ഇവിടെ എന്തൊക്കെയോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ലൈക്ക് കോക്കനട്ട് ഷുഗർ, ഇതൊക്കെ എவ்வளோ 2.99 കോക്കനട്ട് ഷുഗർ. നല്ല കേട്ടോ. ഇതൊക്കെ എന്തൊക്കെയോ സാധനങ്ങൾ അറിയില്ല. കടലയൊക്കെ ഉണ്ട്. ഇതൊക്കെ വില കമ്മിയാണ് തോന്നുന്നു, ലൈക്ക് ഓഫറിൽ വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഐറ്റം. ഗൈസ്, ഡ്രിങ്കിങ് ഇസ് ഇൻജോറീസ് ടു ഹെൽത്ത്. പക്ഷെ ഇവിടെ ഫുൾ ജർമ്മൻ സൂപ്പർ മാർക്കറ്റ്സിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാധനങ്ങൾ കിട്ടും. ബിയർ ആയിക്കോട്ടെ, വോഡ്ക എല്ലാം കിട്ടും ഇവിടെ. കണ്ടത് നിരത്തി വെച്ചിരിക്കുന്നത്. ഇവിടെ ആക്ച്വലി ചീപ്പാണ്. ബിയർ ആക്ച്വലി ചീപ്പാണ് ഇവിടെ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ചീപ്പാണ്. ഇവിടെ നമുക്ക് സോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ജ്യൂസ് കാര്യങ്ങളാണ് ഇതൊക്കെ. കണ്ടില്ലേ, ജ്യൂസാണ്, ഓരോ ജ്യൂസ്. മാംഗോ. ഓ, ഞാൻ ആദ്യമായിട്ടാണ് മാംഗോ കാണുന്നത്. ഇവിടെ മാംഗോ ഭയങ്കര റെയറാണ്. മേ ബി ഇപ്പോൾ സീസൺ അല്ലാതെ തോന്നുന്നു. ഞാൻ ഇതുവരെ മാംഗോ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് ഫുൾ ഡിപ്സ്, അങ്ങനത്തെ കാര്യങ്ങളാണ്. കണ്ടില്ലേ, ഫുൾ മീറ്റാണ് കേട്ടോ. ഇത് ഫുള്ള് ചിക്കൻ, മട്ടൻ എല്ലാം ഉണ്ടാവും ഇവിടെ. ഇത് ഫുൾ ചീസാണ്. നിങ്ങൾക്കറിയാം, ജർമ്മനി ഫേമസ് ആണ്. കുറേ ടൈപ്പ് ഓഫ് ചീസ് ഉണ്ട് ഇവിടെ. എനിക്ക് ചീസിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചീസ് ഉണ്ട്, കാണാൻ പറ്റും ബ്ലോക്സ് ആയിട്ട്. ഞാൻ നോക്കുന്ന പനീറാണ്. നമുക്ക് പനീർ മതിയല്ലോ. മോസറേല ചീസ് ഞാൻ എടുക്കാറുണ്ട്. മോസറേല ചീസ് എടുക്കാം. അല്ല, ഉണ്ട് ആക്ച്വലി, വേണ്ട. ഇവിടെ ഫുൾ യോഗേർട്സ് ആണ്. ഇതൊക്കെ ഫ്രൂട്ട് യോഗേർട്സ് ആണ്. അതും ഇവിടെ ചീപ്പാണ് കേട്ടോ. ഫ്രൂട്ട് യോഗേർട്സ് ഒക്കെ ഭയങ്കര ചീപ്പാണ്. ബട്ടർ മിൽക്ക് എടുക്കാം. മോരാണ് നമ്മുടെ മെയിൻ. മോരില്ലാതെ പറ്റില്ല. ഹൈ പ്രോട്ടീൻ. പക്ഷെ ഇത് അത്ര സുഖമില്ല കേട്ടോ. ഈ ഒരു ടേസ്റ്റ് അത്ര പോരാ. ഞാൻ അത് വാങ്ങിച്ചിട്ടുണ്ട്, എനിക്കത്ര ഇഷ്ടപ്പെട്ട ടേസ്റ്റ്. മേ ബി ലോ ഷുഗർ ആയതുകൊണ്ടായിരിക്കും. വീഗൻ പ്രൊഡക്ട്സ് നിറയെ കിട്ടും. ഇതാണ് ഒരു എക്സാമ്പിൾ. ഇത് ഓട്ട് മിൽക്കാണ് കേട്ടോ. ഓട്സ് മിൽക്ക്
നമ്മൾ പിന്നെ പാല് കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. മിൽക്ക് എടുക്കാം. കണ്ടേ മിൽക്ക് 1.5% ഫാറ്റ്, അതുകൊണ്ടായിരിക്കും ഞാൻ മെലിയണ്. ഇവിടെ കണ്ടില്ലേ ബട്ടറൊക്കെ കിട്ടുന്നുണ്ടോ? ബട്ടറൊക്കെ ഇവിടെ കിട്ടും. ഇതൊക്കെ സ്പ്രെഡ്സ് ആണ്. ഇതെന്താ പരിപാടി? എനിക്ക് വേണം ഇത്. സൈക്കിൾ ഹൈ പ്രോട്ടീൻ ബാറോ? €7 ഇത്. ഹൈ പ്രോട്ടീൻ ബാർ. പക്ഷെ €7 ആണ്. അത്രയ്ക്ക് പ്രാന്തില്ല. ഇവിടെ ഉണ്ടല്ലേ ഇതിൻ്റെ ഉള്ളിൽ ഫുൾ വെജീസ് ആണ്. നമുക്ക് ഈ റെഡി ടു കുക്ക് ഫ്രൈ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്രഞ്ച് ഫ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിസ്സ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ചെറിയ ചെറിയ ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ അവിടുത്തെ മാതിരി ജിം വെയേഴ്സ്. പക്ഷെ അതാണ് ഇവിടെ ക്വാളിറ്റിയൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യ മാതിരി പ്രൈസ് കുറച്ച് കൂടുതലാണ് ഇവിടെ എല്ലാത്തിനും. സീഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു ചിയ സീഡ്സ് എടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഷേക്സിൽ ഇടാറുണ്ട്. റെസിപ്പി കമ്മിങ് സൂൺ. ഇവിടെ ഫുൾ നട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളാണ് വെച്ചിരിക്കുന്നത്. വാൾനട്ട് ഉണ്ട്, ബദാം ഒന്നും എടുക്കണില്ല ഇപ്പോൾ. ഇത് വേണമെങ്കിൽ എടുക്കാം. കടല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ നട്ട്സും കാര്യങ്ങളാണ്. ഇവിടെ നമ്മുടെ ചിപ്സ്, ഇവിടെ ചിപ്സ് ഒരുപാടുണ്ട് കേട്ടോ. പ്രിങ്കിൾസ്, ലേസ് അങ്ങനത്തെ കാര്യങ്ങൾ. നോട്ട് ഇൻ അവർ ലിസ്റ്റ്, സോ എടുക്കുന്നില്ല. ഗൈസ് ഫൈനലി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരിക്കുകയാണ്. കുറച്ച് സാധനം കിട്ടിയില്ല, നമുക്ക് മാർക്കറ്റിൽ നോക്കാം. ഓക്കെ, ഇവിടെ ഷൂ ഒക്കെ ഉണ്ടോ? ഇതെന്താ കൊള്ളാലോ. €20. സോ ഗൈസ് നമുക്കിനി ബില്ലടിക്കാൻ പോവാം. ഓക്കെ, ബില്ല് എങ്ങനെ അടിക്കണം കാണിച്ചു തരാം. ഹലോ, Tasche bitte anbieten. Danke. bitte schön. €7,10 bitte. Mit Karte bezahlen. Dann losgehen. Danke. Tschüss. Tschüss. ഗൈസ് €2 തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. നമുക്കിനി മാർക്കറ്റിലേക്ക് പോകാം. ഓക്കെ, കുഴപ്പമില്ല. ആൽഡിയിൽ വെറൈറ്റി കുറച്ച് കമ്മിയാണ്, ബട്ട് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ കിട്ടി. ആൽഡി എപ്പടി ഇരിക്ക്? ഓക്കെ, വെറൈറ്റി കൊഞ്ചം കമ്മി താനല്ല, റേറ്റെല്ലാം നല്ലതാ ഇருக்கு. റേറ്റ് കുഴപ്പമില്ല, പക്ഷെ വെറൈറ്റി ഇത്തിരി കമ്മിയാണ്.